അപ്പോൾ ഞാനിവിടെ ഒരു 7-8 പച്ചമുളക്, കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും ഇതിൻ്റെ അകത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു പൾസ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ അതുകൂടൊന്ന് ഇതിൻ്റെ അകത്തൊട്ടൊന്ന് ക്രഷ് ചെയ്യാം. ഞാനിപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും സെപ്പറേറ്റാണ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചേ. അല്ലെങ്കിൽ ഈ ചെയ്യുന്നത് പോലെ ചെയ്താലും മതി. ആദ്യം ഞാൻ പച്ചമുളക് ഒന്ന് പൊട്ടിച്ച് ഒന്ന് പൾസ് ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മല്ലിയിലയും, അത് പെട്ടെന്നങ്ങാവുമല്ലേ, മല്ലിയിലയും പുതിനയിലയും ഇട്ടൊന്ന് പൾസ് ചെയ്തത്. ഇതിപ്പം 1 കിലോ ബീഫുണ്ട്. അപ്പം ബീഫ് ബിരിയാണിക്ക് ബീഫ് ഇച്ചിരി വലിയ പീസായിരിക്കണേ. പക്ഷെ ഞാൻ ഇത്രയും വലിയ പീസായിട്ട് കണ്ടിച്ചെങ്കിലും ഇവിടുത്തെയൊക്കെ ബീഫാകുമ്പം ഇച്ചിരി വെള്ളം കൂടുതലായതുകൊണ്ട് അത് ഇച്ചിരി കൂടെ അങ്ങ് ചുരുങ്ങും, കാണാനേ കാണത്തില്ല. പക്ഷെ നാട്ടിലത്തെയൊക്കെ ബീഫാണെങ്കിൽ ഇത്രയും വലിയ പീസ് മതി. പക്ഷെ കുറച്ചുകൂടെ വലിയ പീസായിട്ട് കണ്ടിക്കായിരുന്നു. അപ്പം ഞാൻ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഞാനിപ്പം വേറെ പാത്രത്തിൽ മാരിനേറ്റ് ചെയ്യുന്നില്ല. എന്തിനാ വേറെ പാത്രത്തിലൂടെ മസാല ആവുന്നതെന്ന് പറഞ്ഞ് ഞാൻ കുക്കറി വേവിക്കണമല്ലേ, കുക്കറിൽ തന്നെ ഞാനങ്ങ് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ വെക്കുക. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇപ്പോൾ ഇതൊരു ഇച്ചിരി സ്പൈസി ആയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ഇത്രയും എരിവൊന്നും വേണ്ടെങ്കിൽ അതനുസരിച്ച് മുളക് പൊടി ചേർത്താൽ മതി. കാശ്മീരിക്കൊന്നും മുളക് പൊടിയില്ല. ഇതിന് എരിവ് വന്നത് ഞാൻ ഇപ്പോൾ ചതച്ച പച്ചമുളകൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ ഇച്ചിരി എരിവുള്ളതാണ്. നമ്മൾ ആ ചതച്ചതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ഈ പച്ചമുളകും മല്ലിയിലയും ഉണ്ടല്ലേ, അതും 1 ടേബിൾ സ്പൂൺ ഇട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു വലിയ നാരങ്ങയുടെ അരമുറി, ചെറുതാണെങ്കിൽ 1 ചേർക്കണേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് അരിയൊക്കെ ഞാൻ എടുത്തങ്ങ് മാറ്റിയായിരുന്നു. ഒരരി അത് വീണ് അതിങ്ങെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്കൊരു 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂണിൽ 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് കൈ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂറോടൊട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഞാൻ ഈ ചെയ്ത സെയിം മെഷർമെൻറ്റിൽ മസാലകൾ എടുക്കുകയാണെങ്കിൽ ഒരു സ്വല്പം, ഒത്തിരി എരിവില്ല, ഒരു ഇച്ചിരി സാധാരണ എരിവൊക്കെ ഇച്ചിരി കൂട്ടുന്നവർക്കാണെങ്കിൽ, ഒട്ടും എരിവ് കൂട്ടാൻ പറ്റാത്തവരാണെങ്കിൽ ഇത്രയും എരിവിൻ്റെ ആയിട്ടുള്ള, ഇപ്പോൾ കുരുമുളക് പൊടിയൊക്കെ ഞാൻ എടുത്തെങ്കിൽ 1 കിലോയുടെ അളവിൻ്റെ കണക്കാണ് ഞാൻ ഈ പറയുന്നത്. 1 കിലോ അരിയും 1 കിലോ ബീഫും. ഇതിലോട്ട് ഞാൻ ഒരു 1.5 കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പം ബീഫിൻ്റെ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ വാങ്ങിക്കുന്ന ബീഫിൽ എത്രത്തോളം വെള്ളം കാണുമെന്ന്. ഇവിടുത്തെ ബീഫിന് ഇത്തിരി വെള്ളം കൂടുതലാണ്, അതുകൊണ്ടാണ് ഞാൻ 1.5 കപ്പ് ചേർത്തത്. അല്ലെങ്കിൽ 2 കപ്പ് ചേർക്കാമേ. ഞാൻ അത്രയും ഇങ്ങനെ അടച്ച് വെക്കുന്നേ ഉള്ളൂ, ഇപ്പം വേവിക്കുന്നില്ല കേട്ടോ. ഞാനിവിടെ ഉരുളി വെച്ച് ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് ഒരു 2 വലിയ സവാള ഇങ്ങനെ അരിഞ്ഞിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഞെവിടി ഇതളിതളാക്കി എടുത്തിട്ട് അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാൻ ഇത്രയും എണ്ണ ഒഴിച്ചിട്ട് അതിലിങ്ങനെ പരാപരം കിടക്കത്തേ ഉള്ളൂ. ഞാനത് ആദ്യം ഒന്നും ഇളക്കുന്നില്ല, ഒന്ന് ഒതുക്കി എല്ലാം കൂടെ ആ ഓയിലിൻ്റെ മണ്ടയിലോട്ട് ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഇളക്കുന്നുള്ള. സവാളയ്ക്ക് ഇച്ചിരി ഒന്ന് വാടിയതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ അവിടെ ഇട്ടേക്കുക കേട്ടോ. അപ്പം നമ്മൾ മസാല പുരട്ടി വെച്ചിട്ട് അരമണിക്കൂറായി. ഞാൻ കുക്കറൊന്ന് വേവിക്കാനായിട്ട് അടുപ്പത്തോട്ട് വെക്കുന്നുണ്ട്. നന്നായിട്ട് ബീഫ് വേവണം, അപ്പോൾ അതനുസരിച്ച് വിസിലടിച്ചെടുക്കണേ. അപ്പം ഞാൻ ഇച്ചിരി നേരം കഴിഞ്ഞോണ്ടേ ഉള്ളിയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പം എന്താണ്ട് ഇതൊന്നൊരു ബ്രൗൺ കളർ പോലായി. ഇനി തീ ഏറ്റവും കുറച്ചിട്ടേക്കണം, കാരണം അത് ഇത്രയും കളറായിട്ട് തീ കൂട്ടിക്കിടക്കുകയാണെങ്കിൽ നമ്മൾ ഈ കോരുന്ന നേരം കൊണ്ട് ബാക്കിയുള്ളത് കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് കോരിയെടുക്കട്ടെ. ഉള്ളി ഇങ്ങനെ കോരി ഇതിൽ നിന്ന് കുറച്ച് ഓയിൽ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഷാജീര, ചതച്ച 2 ഏലക്ക, 1 ജാതിപത്രി, 2 ബേ ലീഫ്, 2-3 പട്ട, 5 ഗ്രാമ്പു. ഇത് പൊട്ടി വന്നോണേ ഇതിലേക്കൊരു 7 സവാള മീഡിയം സൈസിൽ. അപ്പോൾ ഇത്രയും ഈ 7 സവാള ഇട്ടോണ്ടേ നല്ല ഗ്രേവിയൊക്കെ നമുക്കുണ്ടായിരുന്നു. മസാലയായിട്ടുണ്ടായിരുന്നു. കുറച്ച് ചേർക്കുവാണെങ്കിൽ അത്രയും കിട്ടത്തില്ല. പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് ചേർത്തു. ഞാൻ ചെയ്ത രീതിയായി കാണിച്ചത് 7 ചേർത്തപ്പോഴാണ് എനിക്ക് പെർഫെക്റ്റ് ആയിട്ടെല്ലാം റെഡിയായിട്ട് കിട്ടിയത്. അതിലേക്ക് ഒരിച്ചിരി ഉപ്പും ചേർത്ത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മിക്സിയിൽ ചതച്ച പുതിനയിലയും പച്ചമുളകും മല്ലിയിലയും കൂടെ അത് മൊത്തത്തിൽ ഞാനങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇതെല്ലാം കൂടെ നന്നായി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇച്ചിരി നേരം ഒന്ന് അടച്ചു കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇതുപോലുള്ളൊരു 4 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. ഞാൻ അതിൻ്റെ അകത്ത് ആ ബേ ലീഫും പട്ടയൊക്കെ ഇങ്ങടുത്തൊന്ന് മാറ്റുന്നുണ്ട്. ഇപ്പോൾ ഇത് വലിയൊരു ഉരുളി ആയതുകൊണ്ട് ഞാൻ ആ ഉള്ളിയെല്ലാം ഒരു സൈഡിലോട്ടാക്കിയിട്ട് അതിൻ്റെ നടുക്ക് മസാലകളൊന്ന് മൂപ്പിക്കാനായിട്ട് ഇടുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്കിങ്ങനെ വലിയ ഉരുളി അല്ല എങ്കിൽ മസാല സെപ്പറേറ്റ് ഒന്ന് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ച് ചേർക്കണേ. ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടിയല്ല മറ്റേ എരിവുള്ളതാണ് ചേർക്കുന്നതെങ്കിൽ നിങ്ങൾ ഇത്രയും ചേർക്കരുത്. 1.5 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മസാലയൊക്കെ മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ഇനി ആ ടൊമാറ്റോയിലേക്ക് വെള്ളമൊക്കെ ഒന്ന് വലിയുന്നിടം വരെ ഒന്ന് നന്നായി ഈ മസാലയുമായിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ അരി വേവിക്കാൻ വെള്ളം വെച്ചായിരുന്നല്ലേ, അതിലേക്ക് 2 ബേ ലീഫ്, ഒരു വലിയ കഷ്ണം പട്ട, ജാതിപത്രി ഒരെണ്ണം, പിന്നെ 2 ഏലക്ക, ഇത് ഇത്ര ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 1 കിലോ ബീഫിന് 1 കിലോ റൈസാണ് ചേർത്തേക്കുന്നത്. റൈസ് ഇതിൻ്റെ അകത്തോട്ട് കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ആ റൈസിനോടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതവിടെ നിന്ന് തിളച്ച് വരട്ടെ. തിളച്ചൊരു 3/4 വേവാവട്ടെ. ഞാനിപ്പോൾ ഇത് വാർക്കുമല്ല ചെയ്യുന്നത്. എനിക്ക് വലിയൊരു കിഴുത്തപ്പാത്രമുണ്ട് ഈ വെള്ളം വാലാൻ വെക്കുന്നത്. അപ്പോൾ ഇതൊരു 3/4 പോലും വേവിക്കുന്നില്ല ഞാൻ. കാരണം അത് ചൂടിലിരുന്നും പിന്നെ ഇതാവും ഈ ബിരിയാണി റൈസൊക്കെ പെട്ടെന്ന് വേവും. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് ആ വെള്ളം ഇങ്ങനെ ജാലിപ്പാത്രത്തിലൊഴിച്ച് ചോറ് അതിൽ കോരി എടുക്കുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബീഫ് ഇട്ടിട്ടും ഇച്ചിരി ഒന്ന് ചൂടാക്കുമല്ലേ, അതുകൊണ്ട് അതനുസരിച്ച് 3/4 വേവണ്ട കേട്ടോ. ഈ ബീഫ് ഇതിൻ്റെ അകത്ത് ഞാൻ ഉരുളൻകിഴങ്ങ് കൂടെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ബീഫ് ഞാനൊരു 5-6 വിസിൽ അടിച്ചതിന് ശേഷം തീ ഓഫാക്കിയിട്ട് ഇതൊന്ന് നോക്കിയുണ്ടേ ബീഫ് വെന്തിട്ടില്ല. വീണ്ടും ഞാൻ 2 വിസിലൂടെ അടിച്ച് ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് ഇതാക്കുന്നുണ്ടേ അതുപോലെ വെന്തിരിക്കണം. അപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഒരു 5-6 വിസിലടിച്ചപ്പം അത് വെന്തില്ല. വീണ്ടും ഞാൻ 2 വിസിലടിച്ചിട്ട് പ്രഷർ പോയിട്ട് ഇപ്പോൾ തുറന്ന് നോക്കിയോണ്ടേ അത് നന്നായി വെന്ത്. ഇനി ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ഇതുപോലെ വലിയ പീസാക്കി അരിഞ്ഞ് 2-3 ഉരുളൻകിഴങ്ങ് കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് 1 വിസിലൂടെ അടിച്ചെടുക്കും. ഇപ്പോൾ ഉരുളൻകിഴങ്ങ് ചേർക്കണ്ട എങ്കിൽ ഈ പ്രൊസീജിയർ നിങ്ങൾ ചെയ്യേണ്ട. ബീഫ് നന്നായി വേവിച്ചെടുത്താൽ മതിയേ. ഞാനൊരു വിസിൽ വന്നിട്ട് കുറച്ച് പ്രഷർ അങ്ങ് തുറന്ന് വിട്ടേ. കാരണം ആ പ്രഷർ മൊത്തം ഇരിക്കുവാണെങ്കിൽ ഉരുളൻകിഴങ്ങ് അങ്ങ് മൊത്തത്തിൽ വെന്ത് പോവും. അതുകൊണ്ട് കുറച്ച് ഇപ്പോൾ ഈ റൈസിൻ്റെ അകത്ത് ഞാൻ ഇച്ചിരി മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഉരുളിക്കകത്ത മസാല ഉണ്ടല്ലേ, ആ മസാലയ്ക്കകത്തോട്ട് ഈ വെന്ത ബീഫും ഉരുളൻകിഴങ്ങും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ആ കുക്കർ കഴുകി ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഞാൻ അരിയൊക്കെ ഒന്ന് വാർത്ത് അവിടെ വെച്ചിട്ടുണ്ട്, ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഞാനിപ്പം ഇതിൻ്റെ മുകളിൽ ഒരു ഇച്ചിരി അരിഞ്ഞ് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ടിട്ട് അതിന് മുകളിൽ വേവിച്ച റൈസ് ഇടും. അപ്പം തീ ഏറ്റവും കുറച്ച് ഞാൻ വെച്ചേക്കും കേട്ടോ. നിങ്ങൾക്ക് കിസ്മിസും അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് ചേർക്കണമെങ്കിൽ അത് ചേർക്കാം. ഇവിടെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞത്. ഇങ്ങനെ റിപ്പീറ്റ് നമുക്കിങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഇച്ചിരി നെയ്യൂടെ ചേർക്കേണ്ടതായിരുന്നു. ഞാൻ മറന്നുപോയി. ലാസ്റ്റിലാണ് ഞാൻ പിന്നെ നെയ്യ് ചേർത്തത്. പിന്നെ നമ്മൾ വറുത്തിയ ഉള്ളി ഉണ്ടല്ലേ, അതിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് നമുക്കൊന്ന് എടുക്കാമേ. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കിസ്മിസൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ലെയറായി ഇടയ്ക്കിടയ്ക്കൊക്കെ ഇട്ട് കൊടുക്കാം. നെയ്യും അതുപോലെ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇത്തിരി ലാസ്റ്റിലാണ് നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തേ. എന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ ഒതുക്കി വെച്ചിട്ട് നമ്മൾ ഏറ്റവും ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. എന്നിട്ട് നിങ്ങൾ ഇടയ്ക്ക് സ്പൂണിൻ്റെ തവിയുടെ മൂടുവശം കൊണ്ടൊന്ന് ഇങ്ങനെ കുത്തി നോക്കണം വെള്ളം ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഞാൻ കുത്തി നോക്കിയോണ്ടെങ്കിൽ വെള്ളമൊന്നും ഇല്ല. ഞാൻ തീ പിന്നെ ഓഫാക്കിയിട്ട് വീണ്ടും 10 മിനിറ്റ് അങ്ങനെ അടച്ചിട്ട് എന്നിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയോണ്ടെങ്കിൽ റൈസൊക്കെ നന്നായി വെന്തിങ്ങനെ വലുതായിട്ട് വന്നിട്ടുണ്ട്. അടിയിലൊന്നും വെള്ളമില്ല. അപ്പം നിങ്ങൾക്ക് ഇതൊന്ന് ഇങ്ങനെ ഞാനൊന്ന് ഇളക്കി ഉടനെ അടിയിൽ ഒന്നും പിടിച്ചിട്ടുമില്ല. നല്ല കറക്റ്റ് പരുവായിട്ട് വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ മൊത്തം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾക്കല്ലെങ്കിൽ വെട്ടി ഇങ്ങനെ എടുക്കുമല്ലേ, അതുപോലാണെങ്കിൽ അങ്ങനെ എടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ വറുത്ത ഒരു ഇച്ചിരി ഉള്ളിയും കൂടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുന്നുണ്ട് ഇച്ചിരി മല്ലിയിലയും പുതിനയിലയും.
അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലും പ്രയോജനമാവുകയാണെങ്കിലും ഇതൊന്ന് നിങ്ങൾ ഷെയർ ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെല്ലാം കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.